ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി കൂളറുമായിട്ടാണ്. അൾട്ര എന്നൊരു കമ്പനിയുടെ ഒരു കൂളറാണിത്. ഇതിൽ നിന്നും വലിയ തരത്തിലൊരു കൂളിംഗ് ഒന്നും ലഭിക്കില്ല, എങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൂളിംഗ് ഒക്കെ ഈ ഒരു കൂളർ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നായി നോക്കാം. ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ ഈ ഒരു കൂളറാണ് അതിൻ്റെതായുള്ളത്. ഇതിനുള്ളിലായിട്ട് ഒരു ഇൻപുട്ട് കേബിളും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിനുള്ളിലുള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് 3 LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടുപുറത്തായിട്ടൊരു ഫാനിന്റെ എംബ്ലമുള്ള ഒരു ബട്ടണും അതിന് തൊട്ടുപുറത്തായിട്ടൊരു ലൈറ്റിന്റെ ബട്ടണുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഉൾഭാഗത്തായിട്ട് ഒരു LED ഇൻഡിക്കേഷനും ഉണ്ട്. ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു 5 വോൾട്ടിന്റെ ഒരു ഇൻപുട്ട് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിലായിട്ടൊരു ഫിൽറ്ററും ഉണ്ട്. ഇതിന്റെ പിൻഭാഗത്തായിട്ടൊരു ഫാനും ഉൾഭാഗത്തെ സെൻട്രലായിട്ട് വാട്ടർ സ്പ്രേ ചെയ്യുന്നതിനുള്ളൊരു മോട്ടറും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിന്റെ പിൻഭാഗത്തുള്ള ഈ ഒരു ചാർജിങ് സ്ലോട്ടിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഈ ഒരു കേബിൾ കണക്ട് ചെയ്യുക. ഈ ഒരു കേബിളിന്റെ മറുവശം പവർ ബാഗുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാ നോർമൽ ചാർജറുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ USB-യുമായിട്ടോ ബന്ധിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഈ ഒരു അളവ് എത്തുന്നത് വരെ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇതിന്റെ മാക്സിമം അളവാണ്. അതുവരെ വെള്ളം ഒഴിക്കുക. ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫിൽറ്ററും ഒന്ന് വെറ്റ് ചെയ്ത് വെക്കുവാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് ഇതിന്റെ താഴെ കാണുന്ന ഈ ഒരു പോർഷൻ പുറത്തേക്ക് വലിക്കുമ്പോൾ ഇതിന്റെ ഫിൽറ്റർ പുറത്തേക്ക് വരും. ഇത് നമുക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനും ഇത് വെറ്റാക്കാനൊക്കെ സാധിക്കും. അതിനുശേഷം ഇതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് അടച്ചു വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഫാൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഈ ഫാൻ ബട്ടൺ തന്നെയാണ് ഇതിന്റെ ഓൺ ഓഫ് ബട്ടണും. അപ്പോൾ ഈ ഫാൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിനെ തൊട്ടുപുറത്തുള്ള ഈ 3 LED ഇൻഡിക്കേറ്ററുകൾ ബ്ലൂ നിറത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫാന് മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഒരു തവണ കൂടി ഈ ഒരു ഫാൻ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ LED ഇൻഡിക്കേഷൻ 2 എണ്ണമായിട്ട് ചുരുങ്ങുകയും ഇതിന്റെ ഫാൻ സ്പീഡ് മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്ക് മാറുകയും ചെയ്യും. വീണ്ടും ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ LED ഇൻഡിക്കേഷൻ ഒന്നുകൂടെ കുറയുകയും ഇതിന്റെ ഫാനിന്റെ സ്പീഡ് ലോ ലെവലിലേക്ക് മാറുകയും ചെയ്യും. ഇതിന് തൊട്ടുപുറത്ത് കാണിക്കുന്ന ഈ ഒരു ലൈറ്റിന്റെ ബട്ടൺ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ലൈറ്റ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യും. ഇത്രയുമാണ് ഈ ഒരു മിനി കൂളറിന്റെ വർക്കിംഗ് ഘടന. ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലാണ്. 12 വോൾട്ടിന്റെ ഒരു വലിയ ഫാനാണ് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. നമ്മൾ മാക്സിമം തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും കൂളായിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ഖത്തറിലുള്ളവർക്ക് സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്